PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ദുരവസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് സമരസംഗമം ശനിയാഴ്ച. മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിന്റെ ദുരവസ്ഥയ്ക്കെതിരെയുള്ള സമരസംഗമം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ നിലമ്പൂർ ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നടക്കും. സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 8 വർഷമായി നടന്നുവരുന്ന വികസന മുരടിപ്പും UDF ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളെ അട്ടിമറിച്ചുള്ള മുന്നോട്ട് പോക്കും ഇത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ 8 വർഷം പുറകോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഈ 8 വർഷക്കാലം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരുപാട് പദ്ധതികളും അവസരങ്ങളും നഷ്ടപ്പെടുത്തി നിലമ്പൂരിനെ വികസന കാര്യങ്ങളിൽ വളരെ തകർച്ചയിലേക്ക് എത്തിച്ച ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയും PV അൻവർ MLAക്കെതിരെയുമുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരസംഗമം എന്ന പരിപാടി നടക്കുകയാണ്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന സമരസംഗമം ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്യും. PV അബ്ദുൽ വഹാബ് MP, PK ബഷീർ MLA, ഇസ്മായിൽ മൂത്തേടം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സംബന്ധിക്കും. ഈ ഒരു സമര വിളംബരത്തിലൂടെ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന അനവധി പദ്ധതികളെ കാര്യക്ഷമതയില്ലാത്ത നേതൃത്വം കൊണ്ടും ആവശ്യമായ സമയത്ത് നൽകേണ്ട കോർഡിനേഷൻ അത് നിർവഹിക്കാത്തത് കൊണ്ടും MLAയും സർക്കാരും നശിപ്പിച്ചു കളഞ്ഞ ഈ പദ്ധതികൾക്കെതിരെ, ഈ നിലപാടിനെതിരെ ജനകീയമായൊരു വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആരംഭം കുറിച്ചുകൊണ്ടാണ് ഈ സമരം മുസ്ലിം ലീഗ് പാർട്ടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന ഒട്ടനവധി പരിപാടികൾ, ഗവൺമെന്റ് കോളേജ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഗവൺമെന്റ് ചെലവിൽ പഠിക്കാനുള്ള നല്ല ഒരു അവസരം നൽകിയെങ്കിലും 8 വർഷമായി ഇന്ന് വരെ ആ കോളേജിന് സ്ഥലം കണ്ടെത്താൻ, ബിൽഡിംഗ് ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൽ കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ കഴിയുന്ന ഒരു പഠനാന്തരീക്ഷം ഉണ്ടാക്കുന്നിടത്ത് പോലും ഗവൺമെന്റും അതുപോലെ MLAയും പരാജയപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നിലമ്പൂർ ബൈപ്പാസ്, നിലമ്പൂരിന്റെ വികസന കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലമ്പൂർ ബൈപ്പാസ്. ആ നിലമ്പൂർ ബൈപ്പാസ് UDF ഗവൺമെന്റ് കാലത്ത് എന്താണോ ചെയ്തിരുന്നത് അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അനിശ്ചിതാവസ്ഥ ആ രംഗത്ത് കഴിഞ്ഞ 8 വർഷക്കാലമായി നിലനിൽക്കുകയാണ്. എല്ലാ വർഷത്തെയും സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ 100 കണക്കിന് കോടി രൂപ അനുവദിച്ചതായി ഇവിടെ ഇടതുപക്ഷ സംഘടനകൾ ബോർഡുകൾ സ്ഥാപിക്കും. അതിനപ്പുറമുള്ള ഒരു വികസന പ്രവർത്തനവും ആ ബൈപ്പാസുമായി ബന്ധപ്പെടുത്തി നടത്താൻ MLA കൊണ്ടോ ഈ സർക്കാരിനെ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല. PV അബ്ദുൽ വഹാബ് MP, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, ഇസ്മായിൽ മൂത്തേടം എന്നിവർ പങ്കെടുക്കും. സംഗമത്തിൽ 100ഓളം സ്ഥിരം പ്രതിനിധികൾ ഉണ്ടാവും. ഓരോ പഞ്ചായത്തിൽ നിന്നും 50 പേർ വീതം നിശ്ചിത സമയം ക്രമീകരിച്ച് സമരത്തിൽ പങ്കെടുക്കും. നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ MLAയുടെയും നിലമ്പൂർ നഗരസഭയുടെയും കെടുകാര്യസ്ഥത വ്യക്തമാണ്. ഇതിനെതിരെയുള്ള സൂചനയാണ് സമരസംഗമം. UDF ഭരണകാലത്ത് വലിയ പദ്ധതിയായി കൊണ്ടുവന്ന നിലമ്പൂർ ബൈപ്പാസ് ഒരടി പോലും മുന്നോട്ട് കൊണ്ടുപോവാൻ ഇടതു സർക്കാരിനോ MLAക്കോ കഴിഞ്ഞിട്ടില്ല. നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ നിർമ്മിക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ല. 5 കോടി ചെലവഴിച്ച് നിർമ്മാണത്തിലിരിക്കുന്ന ടൗൺ നവീകരണം എവിടെയും എത്തിയില്ല. ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നതല്ലാതെ കാര്യമായ ഒരു പ്രവർത്തനവും MLAയുടെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. മലയോര പാതയുടെ അലൈൻമെന്റിൽ ചർച്ച കൂടാതെ മാറ്റം വരുത്തി നിർമ്മാണം സ്തംഭിപ്പിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും കാര്യമായ ഇടപെടൽ MLAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമില്ല. മാനവേദൻ സ്കൂൾ ഗ്രൗണ്ട് ഇപ്പോഴും പൂർണ്ണമായി കുട്ടികൾക്ക് ഉപയോഗിക്കാനാവുന്നില്ല.
നിലമ്പൂർ നഗരസഭയിലെ മിക്ക റോഡുകളും തകർന്നു കിടക്കുകയാണ്. നിയോജക മണ്ഡലത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളുടെ പ്രവൃത്തികളും സ്തംഭിച്ച അവസ്ഥയിലാണ്. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണവും നിലച്ചു. രാമംകുത്ത് അടിപ്പാതയുടെ നിർമ്മാണവും നഗരസഭയുടെ ഇടപെടലിലൂടെ കാൽനടയാത്ര പോലും സാധ്യമാകാത്ത തരത്തിലായി മാറി. ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാകുന്നതിനു പകരം ദ്രോഹിക്കുന്ന നിലപാടാണ് എംഎൽഎക്കും നഗരസഭയ്ക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ, ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു, മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദു ടി പൂളയ്ക്കൽ, ജനറൽ സെക്രട്ടറി നാണിക്കുട്ടി കൂമഞ്ചേരി എന്നിവർ പങ്കെടുത്തു. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.